അമൂല്യയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ. അവള് വരുമ്പോ ഞാനില്ലെങ്കിൽ അത് പ്രശ്നമാവും. ആകാശ് സോറി, ഞാൻ കുറച്ച് ബിസിയാണ്. എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. വേണമെങ്കിൽ ഞാൻ സൺഡേ അങ്ങോട്ടേക്ക് വരാം. വേദാന്ത്, നീ കാരണം എന്റെ അനിയത്തി 2 വർഷമാണ് ജീവനറ്റ് കിടന്നത്. ഇപ്പൊ അവക്ക് വേണ്ടി നിനക്ക് 2 മിനിറ്റ് പോലും ചെലവാക്കാൻ പറ്റില്ലേ? അവളുടെ ലൈഫ് സെറ്റിലാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് നിന്നോടിന്ന് സംസാരിക്കണം, മാത്രമേ ഉള്ളൂ. നീ തരുന്ന വാക്കൊന്നും പാലിക്കാറില്ലല്ലോ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആകാശ്. അങ്ങനെ പറഞ്ഞ വാക്കൊന്നും ഞാൻ മാറ്റാറില്ല. ഇപ്പൊ എന്താ, ഞാൻ അങ്ങോട്ടേക്ക് വന്നാ പോരെ? ഞാനിപ്പോ വരാം. Pleasant surprise. Haley, please stop it. Please control yourself. ഞാൻ ഓൾറെഡി എൻഗേജ്ഡ് ആണ്. Come on, wait. നമ്മളൊന്ന് ഹഗ് ചെയ്ത തീരാവുന്ന ബന്ധമാണോ നിങ്ങൾ തമ്മിലുള്ളത്? ഒന്ന് സോഷ്യലൈസ് ചെയ്ത എന്താ തെറ്റ്? എന്നാലും നീ അവസാനം ഇങ്ങനൊരു പെൺകുട്ടിയാണല്ലോ സെലക്ട് ചെയ്ത്. ഞാനല്ല അവളെ സെലക്ട് ചെയ്തത് അഹല്യ. ഈശ്വരനായിട്ട് അവളെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. വാട്ട്? ഈശ്വരനോ? ഇത് പറയുന്നത് നീ തന്നെയാണോ? എന്താ വേദി ഇതൊക്കെ? വെറും 2 വർഷം കൊണ്ട് നിനക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടായോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണമെന്നില്ല. അത് പോട്ടെ, ആകാശ് എവിടെ? എനിക്ക് എന്നോട് സംസാരിക്കണം. യെസ്, ഞാനിവിടെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല. എന്റെ അനിയത്തിക്ക് നിന്നെ ഇപ്പൊ തന്നെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞു. അതാ ഞാൻ വരാൻ പറഞ്ഞത്. അഹല്യ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. എന്റെ ചേട്ടൻ അല്ലെങ്കിൽ സൂപ്പർ അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോ ഞാനൊരു താങ്ക്സ് പറഞ്ഞേക്കാം. ഓക്കെ? വാട്ട് നോൺസെൻസ് ഈസ് ദിസ് ആകാശ്? നിങ്ങൾ രണ്ടാളും എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ ഞാനെന്താ നിങ്ങളുടെ പന്തുവല്ലോ ആണോ, അതോ കളിപ്പാവയോ? ഞാനെന്തിനാ നിന്റെ കാര്യം നോക്കുന്ന വേദാന്ത്? എനിക്ക് എന്റെ അനിയത്തിയാണ് വലുത്. അവള് 2 വർഷം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ പ്രശ്നത്തിനെല്ലാം നീയാണ് കാരണക്കാരൻ. അതിന് പരിഹാരം കാണേണ്ടത് നീ തന്നെയാണ്. അത് മാത്രമല്ലാതെ ഇത് നീ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. ഓർമ്മിച്ചു നോക്ക്. ആകാശ് പ്ലീസ്, അഹല്യയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാണെന്ന് മാത്രം പറയരുത്. അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച ഞാൻ കാരണമല്ല. മോറോവർ, ഇവൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലതിനായിരിക്കില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ എനിക്കും താല്പര്യമില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇതിനുള്ള പരിഹാരം എന്താന്ന് പറ. അഹല്യ ഇന്നലെ നിന്റെ ഫോട്ടോ നോക്കി 2 മണിക്കൂറോളം ഒരേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. ഇവൾക്ക് നീ എന്ന് വെച്ച ഭ്രാന്താണ്. ഇവളുടെ ഈ വട്ട് മാറണമെങ്കിൽ വേറെ ഒരാളെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചേ പറ്റൂ. ഇവളുടെ ലൈഫ് സെറ്റിൽ ആകുന്നത് വരെ നീ ഇവളുടെ കൂടെ നിൽക്കാവുന്ന എനിക്ക് നീ വാക്ക് തന്നതാ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്റെ വാക്ക് ഞാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇവള് സമ്മതിച്ച നാളെ തന്നെ ഇവളുടെ കല്യാണം നടക്കും. ശരി, ഐ മീൻ. പക്ഷെ ഇവൾക്ക് എങ്ങനത്തെ പയ്യനെയാണ് ഇഷ്ടം? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് നിന്നെ പോലെ ഹൈറ്റ് ഉണ്ടാവണം, നിന്നെ പോലെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, നിന്നെ പോലെ അവൻ മാസായിരിക്കണം, നിന്നെ പോലെ ബോഡിയും സൗന്ദര്യവും ഉണ്ടായിരിക്കണം, നിന്റെ അത്ര ആരോഗ്യം ഉണ്ടായിരിക്കണം, നിന്നെ പോലെ തന്നെ നല്ല ലുക്കും ഉണ്ടായിരിക്കണം. അഹല്യക്ക് എന്താ വേണ്ടതെന്ന് അവൾ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ?
അവൾക്ക് എന്താ വേണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവളീ പറഞ്ഞ ഫീച്ചേഴ്സ് ഉള്ള പയ്യനെ കണ്ടുപിടിക്കേണ്ടത് നീയാണ്. ചേട്ടൻ എന്തൊക്കെയാ അവനോട് പറഞ്ഞത്? അവനിപ്പോ പഴയ വേദാന്ത അല്ല മോളെ. ഇപ്പൊ വലിയൊരു ബിസിനസ്മാനാണ് അവൻ. അതിന്റെ അഹങ്കാരം അവനുണ്ട്. ആദ്യം നമ്മൾ അതാണ് മുറിക്കേണ്ടത്. അത് വെട്ടിമാറ്റിയ അവൻ പിന്നെ നിനക്കുള്ളത് മാത്രമായിരിക്കും. നിന്റെ ഫോട്ടോയെ നോക്കി അഹല്യ 2 മണിക്കൂർ ഒരേ നിപ്പ് നിന്നത്. ഈ ഭ്രാന്ത് മാറണമെങ്കിൽ അവക്ക് വേറൊരു കല്യാണം നടക്കണം. ഇവളുടെ ലൈഫ് സെറ്റിൽ ആകുന്നത് വരെ നീ ഇവളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് വാക്ക് തന്നതാ. ഇവള് സമ്മതിച്ച നാളെ തന്നെ കല്യാണം നടത്താം. ശരി, ഐ മീൻ. വേദാന്ത്, വേദാന്ത് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയതല്ലേ? ഇതെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? ഒരു പ്രശ്നമില്ല അമ്മേ. നിന്നെ കണ്ട എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചു വേദാന്ത്. നിന്റെ ഉള്ളിൽ എന്തോ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയ്ക്ക് അപ്സെറ്റ് ആവാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല അമ്മേ. ആക്ച്വലി ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ഓഫീസിലേക്ക് ഇതുവരെ പോയിട്ടില്ല. റിലാക്സ് വേദാന്ത്. ഓഫീസ് അവിടെ തന്നെ ഉണ്ടല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ച നിന്റെ ആരോഗ്യസ്ഥിതി എന്തായിത്തീരും? നീ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ എന്തോ വലിയൊരു ടെൻഷൻ നിനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നോക്ക് വേദാന്ത്, കുറച്ച് നഷ്ടം വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല, ഈ വർഷം പ്രതീക്ഷിച്ച ലാഭം കിട്ടിയില്ലേലും പ്രശ്നമില്ല. എന്ത് കാര്യമാണെങ്കിലും ശരി, നീ നിന്റെ ആരോഗ്യം നന്നായി സൂക്ഷിക്കണം. അതാണ് ഏറ്റവും വലുത്. ശരി അമ്മേ, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഞാൻ എന്തൊക്കെ ചോദിച്ചാലും നീ ഇത് മാത്രം ഇനി പറയൂ. പക്ഷെ നിനക്ക് നിന്റെ ഹെൽത്തിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല. ഇപ്പൊ നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നെന്ന് പറ. നിനക്ക് ആ കാര്യം എന്നോട് പറഞ്ഞാലെന്താ? അമ്മയോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയണോ വേണ്ടയോ? നീ എന്താ ഇത്രയ്ക്ക് ആലോചിക്കുന്നത് വേദാന്ത്? വേദാന്ത്, നിന്റെ അമ്മയോട് ഒരു കാര്യം പറയാൻ നിനക്ക് ഇത്രയ്ക്ക് ആലോചിക്കണോ? അതല്ലമ്മേ, അമ്മയോട് പറയാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വേദാന്ത്, നിന്റെ മുഖത്തൊരു ചെറിയ ഭാവവ്യത്യാസം വന്നാലും എനിക്ക് മനസ്സിലാവും. എന്താന്നറിയോ, ഞാൻ നിന്റെ അമ്മയാ. നിനക്ക് എന്നോട് ഒരു കാര്യങ്ങളും മറച്ചു വെക്കാൻ കഴിയില്ല വേദാന്ത്. ഇല്ലമ്മേ, എന്റെ കല്യാണത്തിന് അമ്മ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വലിയ ടെൻഷനായിരുന്നു. താങ്ക് ഗോഡ് അമ്മ അതിന് സമ്മതിച്ചല്ലോ. ഇനി ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് സോൾവ് ചെയ്തോളാം അമ്മേ. വേദാന്ത്, എനിക്ക് തീരെ ബുദ്ധിയില്ലെന്ന് നീ വിചാരിക്കരുത്. പല കാര്യങ്ങളും പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയ്. അതിൽ എനിക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്കത് ചെയ്യാലോ. സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് എപ്പോഴും ബെറ്റർ ആണല്ലോ മോനെ. സോറി അമ്മേ, അമ്മ ഇത്രയും പറഞ്ഞ ശേഷം ഞാൻ ഒളിച്ചു വെക്കുന്നത് ശരിയല്ല. ഇത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പേഴ്സണലാണ്. ഞാൻ സിഡ്നിയിൽ MBAക്ക് പഠിക്കുന്ന സമയത്ത് അഹല്യ എന്നൊരു പെൺകുട്ടി എന്റെ പിന്നാലെ പ്രേമാന്ന് പറഞ്ഞ് നടന്നത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ?
അഹല്യ. ഓ, ആ വട്ട് കാണിച്ച് നടന്ന ആ പെൺകുട്ടിയാണോ? അവളാണോ വേദാന്ത്? ആ കുട്ടി ശരിക്കും ഒരു സൈക്കോയാ. അന്ന് അവള് നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടന്നതല്ലേ? പക്ഷേ നീ അവളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവളുടെ ഭ്രാന്ത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴല്ലേ അവളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് നീ സിഡ്നിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്? ആ കുട്ടി തന്നെയാണോ ഇത്? അത്രയ്ക്കും വട്ട് കാണിച്ച ഒരു പെണ്ണ് ഒരിക്കലും മാറാൻ പോകുന്നില്ല വേദാന്ത്. എക്സാക്ട്ലി. അവള് വീണ്ടും എന്റെ പിന്നാലെ വന്നിരിക്കുക അമ്മേ. അതെ അമ്മേ, ഇവിടെ തന്നെ ഉണ്ട്, ഈ സിറ്റിയിലുണ്ട്. പറഞ്ഞാതെ ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. അവിടെ വിശേഷമൊന്നുമില്ലോ അല്ലേ? ഓ, അങ്ങനെയാണോ? വന്നു. ആ, ഞങ്ങൾ വീട്ടിൽ തന്നെയുണ്ട്. അച്ഛാ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാവേ. സൂക്ഷിച്ചു പോയിട്ട് പോകണ്ടേ? എന്താ അച്ഛാ, എന്തു പറ്റി? എന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല മോളെ, മോള് പോയിട്ട് വാ. ഒരു പ്രശ്നമില്ലെങ്കിൽ എന്റെ അച്ഛൻ എപ്പോഴും ചിരിച്ചോണ്ടേയിരിക്കും. ഇത്രയും സീരിയസ് ആയിട്ട് പോയിട്ട് വാ മോളേന്ന് ഒരിക്കലും പറയില്ല. എന്താ കാര്യം എന്നോടൊന്ന് പറയച്ചാ. ഇതുവരെ ഒരു പ്രശ്നമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് പേടി. എന്ത് പ്രശ്നം ഉണ്ടാവാനാ? രാധ എങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ, വന്നോട്ടെ. അവള് വരുന്നതല്ല മോളെ പ്രശ്നം. വന്നു കഴിഞ്ഞാ പിന്നെ ഈ വീടിന്റെ സമാധാനം നശിപ്പിച്ചിട്ട്. രാധ ചെറിയമ്മ വന്ന് എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ എന്തിനാ അത് കാര്യമാക്കുന്നേ? അവളുടെ നാക്ക് നിനക്ക് അറിയുന്നതല്ലേ. നിന്റെ കല്യാണക്കാരി അവളോട് പറയാതിരിക്കാൻ പറ്റില്ല. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മുടക്ക് പറയും. നിന്നെ വേദാന്ത കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. അയ്യോ, അതൊക്കെ അങ്ങ് വിട്ടുകളയച്ചാ. എല്ലാവരുടെയും വാ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റുമോ? അല്ല, അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴോ? നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. പ്രമിയുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവൾക്ക് വിഷമമുണ്ടാക്കും. അതാ എനിക്ക് ഏറ്റവും വലിയ പേടി. ഭാഗ്യത്തിന് അവളെ മെസ്സി പോയിരിക്കുക. അവള് വരുന്നതിന് മുൻപ് തന്നെ രാധ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചയക്കണം. ഇനി അതിനുള്ളൊരു വഴിയാണ് ഞാൻ ആലോചിക്കുന്നേ. അച്ഛാ, ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എന്താണെങ്കിലും നമുക്ക് ധൈര്യത്തോടെ നേരിടാം. അവരെന്ത് വേണമെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോട്ടെ. അതിനെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാലോ. ഒന്നും സംഭവിക്കാതിരുന്ന അത് മാത്രം മതിയല്ലോ. എപ്പോ വരുമെന്നാ പറഞ്ഞത്? അതൊന്നും പറഞ്ഞില്ല, ഇന്ന് വരുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അച്ഛനൊരു കാര്യം ചെയ്, അവരിവിടെ വരുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്ക്. ഞാനും ആ സമയത്ത് എത്താം. അത് വേണ്ട മോളെ. അച്ഛാ, അച്ഛനൊന്നും ചിന്തിക്കണ്ട. അവര് വരുമ്പോ എന്നെ വിളിക്കുക, അത് മാത്രം മതി. ശരി മോളെ, നീ സൂക്ഷിച്ച് ജോലിക്ക് പോ. ശരി അച്ഛാ. എന്റെ ഈശ്വര, അവള് വീണ്ടും നിന്നെ ശല്യപ്പെടുത്തുകയാണെന്നോ? വേദാന്ത്, അവള് വീണ്ടും നിന്നോട് എന്തെങ്കിലും ഭ്രാന്ത് കാണിച്ചു തുടങ്ങിയോ? അമ്മയോട് ഇപ്പൊ എല്ലാം തുറന്നു പറയണോ? നീ എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് വേദാന്ത്? അവള് വീണ്ടും പഴയതുപോലെ നിന്നോട് എന്നെ കല്യാണം കഴിക്ക്, പ്രേമിക്കെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശല്യം തുടങ്ങിയോ? അവൾക്ക് ബോധം കിട്ടിയിട്ട് കുറച്ചു നാളേ ആയുള്ളൂ. 2 വർഷമായിട്ട് കോമയിലായിരുന്നെന്നാ പറഞ്ഞത്. ഈശ്വര, വല്ലാത്തൊരു ചതിയായി പോയല്ലോ ഇത്. അവള് വീണ്ടും വാശി പിടിച്ച് പിന്നാലെ വരികയാണോ? അത് തന്നെയാ ഇവിടുത്തെ പ്രശ്നം അമ്മേ, വാശി. അവളിതുവരെ കല്യാണം കഴിച്ചില്ല. അവൾ എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കുക. എന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന്. അവളുടെ ബ്രദറിനെ കണ്ടിരുന്നു, അവനോട് സംസാരിക്കുകയും ചെയ്തു. എല്ലാത്തിനും കാരണം ഞാനാണെന്ന് ഓർക്കുമ്പോ എനിക്കത് വല്ലാത്ത ഗിൽറ്റി ഫീലിംഗ് അമ്മേ. കം ഓൺ വേദാന്ത്, അവള് കാണിച്ച ഭ്രാന്തിനൊക്കെ നീ എങ്ങനെ കുറ്റക്കാരനാവുന്നത്? അമ്മ പ്ലീസ് സത്യം പറയൂ. ഞാൻ അമ്മയുടെ മകനാണെന്ന് അങ്കിളിൽ ആലോചിക്കണ്ട. സത്യമായിട്ടും എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലേ? ശരിക്കും നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോനെ.
നിനക്ക് അവളോട് താല്പര്യമില്ലെന്ന് പറഞ്ഞതിന് ശേഷവും നിന്റെ പിന്നാലെ വന്നത് അവളുടെ തെറ്റാ. നോക്ക്, നീ അവളുടെ കാര്യം ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് നടക്കണ്ട. അവിടെ നിന്നെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുകയാണെങ്കിൽ നീ എന്നോട് പറ. വേണ്ടി വന്നാ ഞാൻ തന്നെ നേരിട്ട് അവളോട് സംസാരിക്കും. വേണ്ടമ്മേ, അതിന്റെ ആവശ്യമില്ല. നിന്റെ മനസ്സിലെ നന്മ കൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് മോനെ. നിന്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, അമൂല്യയുടെ കാര്യത്തിൽ നിനക്ക് നല്ല പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളിതിന്റെ ഇടയ്ക്ക് വന്ന് നിന്റെ കല്യാണം മുടക്കുമോന്നും നിനക്ക് പേടിയുണ്ടല്ലേ? അതെ അമ്മേ, അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്കും അമൂല്യയ്ക്കും ഇടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. കം ഓൺ വേദാന്ത്, അമൂല്യ അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള പെണ്ണല്ലേ. വേദാന്ത്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ലേ. വിശ്വസിക്കാം. ഇപ്പൊ എനിക്ക് കുറച്ച് സമാധാനമായി. താങ്ക്സ്.